ഒരു സാധാരണ വീട്ടിൽ നടക്കുന്ന ചെറിയ ചെറിയ സംഭവങ്ങൾ, അതിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന വികാരങ്ങൾ. സിൽവിയും ജിമ്മിയും, അവരുടെ ബന്ധം വെറും സൗഹൃദമോ അതിലുപരി എന്തോ? മുഴുവനായും കേൾക്കാം. നാടൻ പ്രണയകഥ നാമ്പെടുക്കുന്ന പ്രണയം 28-ാം ഭാഗം. ജിമ്മി സാർ ചെല്ലുമ്പോൾ സിൽവി കട്ടിലിൽ ചാരിയിരുന്ന് കാപ്പി കുടിക്കുകയായിരുന്നു. എന്തോ ഒരു ചെറുകടിയുമുണ്ടല്ലോ. കാപ്പികുടിയിൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് കട്ടിലിരിപ്പാണ്. വേദനയൊക്കെ കുറഞ്ഞോ? അപ്പച്ചൻ ചേട്ടൻ വന്നപ്പോൾ വൈകുന്നേരത്തെ കാപ്പി കുടിക്കുന്നതിനൊപ്പം കഴിക്കാൻ വേണ്ടി അവൾക്ക് പ്രിയപ്പെട്ട ചെറിയ പരിപ്പുവട വാങ്ങിക്കൊണ്ടുവന്നു. അതാണ് തട്ടിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ചായക്കടകളിൽ കിട്ടിയിരുന്നത് നെയ്യപ്പത്തിൻ്റെയൊക്കെ അത്ര വലിപ്പമുള്ള പരിപ്പുവടകളായിരുന്നു. ഈ അടുത്ത കാലത്ത് പുല്ലരിയിലെ ഒരു ചെറുപ്പക്കാരൻ തുടങ്ങിയതാണ് ഒരു വഴിയോര ചായക്കട. അവന് കട തുടങ്ങാൻ റോഡരികിൽ നിന്നും തിയേറ്ററിലേക്ക് കയറുന്ന വഴിയുടെ അരികിൽ സ്ഥലം കൊടുത്തത് അപ്പച്ചനാണ്. അതിന് തറവാടകയൊന്നും അപ്പച്ചൻ വാങ്ങാറില്ല. അക്കാര്യം വീട്ടിൽ പറഞ്ഞപ്പോൾ അത് വേണമായിരുന്നോ എന്ന മട്ടിൽ സാറാമ്മയൊന്ന് നോക്കി. അല്ലെങ്കിലും ആർക്കും ഒന്നും ചുമ്മാ കൊടുക്കുന്ന സ്വഭാവം ഇല്ലാത്തതാണല്ലോ. കാര്യം മനസ്സിലായ അപ്പച്ചൻ അന്നേരം തന്നെ പറഞ്ഞതിങ്ങനെയാ: ഒരു ഗതിയും പരഗതിയുമില്ലാത്ത ഒരു കുടുംബത്തിനെ പോറ്റാനല്ലേ സാറാമ്മേ? സാരമില്ല, മരത്തേന്ന് വീണ് കിടപ്പിലായ കേശവൻ്റെ മകനാന്നേ അവൻ. സാരമില്ലെന്നേ, അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. എന്നാലും അവർക്കതൊരു ജീവിതമാർഗമാകുമോ? ഞാൻ കരുതിയ പോലെയൊന്നുമല്ല. നല്ല കച്ചവടമുണ്ട് ഇപ്പോൾ. അവനാൾ മിടുക്കനാണ്. നിവൃത്തിയില്ലെന്ന് കണ്ടാൽ എല്ലാവരും അങ്ങനെയാകും. എന്നിട്ട് അവിടെ നിന്നാണോ പരിപ്പുവട വാങ്ങിക്കൊണ്ടുവന്നത്? കാശ് കൊടുത്തോ? കൊടുത്തു. പക്ഷേ എത്ര നിർബന്ധിച്ചിട്ടും അവൻ വാങ്ങിയില്ല. അതുപോട്ടെ, നീ അതൊന്ന് കഴിച്ചു നോക്കിക്കേടി പെണ്ണേ. സാറാമ്മ നോക്കുമ്പോൾ സിൽവി അത് ഓരോന്നായി പിഞ്ഞാണത്തിൽ നിന്ന് പെറുക്കി വായിലേക്കിടുകയാണ്. വേഗം തീർക്കാനുള്ള പരിപാടിയാണ്. ബേബിയും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നുണ്ട്. ഞാൻ 3, ഞാൻ 4 എന്നൊക്കെ പറയുന്നത് കേൾക്കാം. സാറാമ്മ അതിൻ്റെ വീതം പറ്റാൻ പോയില്ല. സിൽവി പരിപ്പുവട കഴിക്കുന്നതിനോടൊപ്പം പാൽ കാപ്പി കുറേശ്ശെ കുടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജിമ്മി അവിടെ ചെന്ന വിവരം പോലും സിൽവി അറിഞ്ഞിട്ടുണ്ടോ എന്ന് സംശയമാണ്. സിൽവി കിടക്കുന്ന കട്ടിലിൽ നിന്ന് നോക്കിയാൽ തിണ്ണയിലേക്ക് കയറുന്നയാളെ കാണാനും പറ്റില്ല. പിന്നെ അറിയണമെങ്കിൽ ഒച്ച കേൾക്കണം. ഏതായാലും ഇപ്പോൾ വേദനയൊന്നുമില്ല എന്ന് തോന്നുന്നു, അല്ലേ അപ്പച്ചൻ ചേട്ടാ? സുഖമായിരുന്ന് കാപ്പി കുടിക്കുന്നത് കാണുമ്പോൾ അല്പം സന്തോഷം തോന്നുന്നില്ലേ? തീർച്ചയായും ഉണ്ട് സാറേ. കാരണം ആദ്യം കണ്ടപ്പോൾ ഉള്ള അവസ്ഥ ഭയങ്കരമായിരുന്നു. ഇവളുടെ സങ്കടവും കരച്ചിലും എല്ലാം കൂടി ആയപ്പോഴേക്കും ഞാൻ ആകെ വിഷമിച്ചു പോയി. ഇപ്പോൾ സാരമില്ല, ആള് മിടുക്കിയായി. അപ്പോഴേക്കും അവർ രണ്ടുപേരും അകത്ത് സിൽവി കിടക്കുന്ന കട്ടിലിൻ്റെ അടുത്തേക്ക് എത്തി. 2 പേർക്കും ഇരിക്കാനുള്ള കസേരകൾ ബേബി വേറെ വേറെ നീക്കിയിട്ട് കൊടുത്തു. 2 പേരും ഒരു സൈഡ് തന്നെ. നേരത്തെ ആ വേദന അനുഭവിച്ചവർക്കേ അതിൻ്റെ തീവ്രത അറിയാൻ പറ്റൂ. പറഞ്ഞാലോ കണ്ടാലോ ഒന്നും ആർക്കും മനസ്സിലാവില്ല. അങ്ങനെയാണെങ്കിൽ അന്ന് എൻ്റെ കാലൊടിഞ്ഞതല്ലേ സിൽവി? അപ്പോൾ ഞാൻ ഇതേ വേദന അനുഭവിച്ചതല്ലേ? എന്നിട്ട് ഞാൻ കരയുകയോ നിലവിളിക്കുകയോ വല്ലതും ചെയ്യുന്നത് കേട്ടാർന്നോ? നിങ്ങളോടൊപ്പം തന്നെ വേദന അനുഭവിക്കാനുള്ള ശക്തിയൊന്നും ഞങ്ങൾക്കില്ല. അതിൽ തന്നെ പ്രത്യേകിച്ചും എനിക്കില്ല. അതുകൊണ്ടായിരിക്കും ഞാൻ കരഞ്ഞത്. അല്ലെങ്കിൽ തന്നെ ഞാൻ എൻ്റെ ചാച്ചൻ്റെ അടുത്തല്ലേ കരഞ്ഞത്. അവിടെ കരയാൻ എനിക്ക് അവകാശമുള്ളതാ.
വേറെ ആരുടെയും അടുത്തല്ലല്ലോ. ഇപ്പോൾ എൻ്റെ വിദ്യാർത്ഥി പറഞ്ഞത് തികച്ചും ശരിയായ കാര്യമാണ്. ഞാനിപ്പോൾ വേറെ ആരോ ആയി. അല്ലെങ്കിലും അതങ്ങനെ വരികയുള്ളൂ. എപ്പോഴും വേദന കൂടുതൽ തോന്നുന്നത് ഏറ്റവും അടുത്തുള്ളയാളിനെ കാണുമ്പോഴാണ്. സിൽവിക്ക് പിന്നെ ചാച്ചനെ കാണുമ്പോൾ അതുവരെ ഇല്ലാത്ത വേദന അപ്പോൾ ഉണ്ടാകും. അതുകൊണ്ടായിരിക്കാം. എനിക്കങ്ങനെ വേദന തോന്നാത്തതിൻ്റെ കാരണം എനിക്ക് അങ്ങനെ ഒരാളില്ലാത്തത് കൊണ്ടായിരിക്കും. പിന്നെ എനിക്ക് എന്തിന് വേദന തോന്നണം? പറഞ്ഞ് സാറിനെ വിഷമിപ്പിക്കേണ്ടിയിരുന്നില്ല എന്ന് സിൽവിക്കും അപ്പച്ചൻ ചേട്ടനും തോന്നി. എന്നാൽ ജിമ്മിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു ഭാവവ്യത്യാസവും ഇല്ല. ഞാൻ പറഞ്ഞത് സാറിന് വിഷമമായോ? ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചു പറഞ്ഞതല്ല കേട്ടോ. ഞാൻ വിഷമിച്ചാലും എനിക്ക് നഷ്ടപ്പെട്ട ആളിനെ തിരിച്ചു കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ വിഷമിക്കാറുമില്ല. പിന്നെ പറയുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പറയും എന്നേ ഉള്ളൂ. അത് വിട്ടുകളാ. ഒന്നും പറയാത്തതുപോലെ തന്നെ കാപ്പിയും കുടിച്ച് മുറ്റത്തിരുന്ന് അപ്പച്ചൻ ചേട്ടനുമായി കുറേ സമയം സംസാരിച്ചു. സംസാരം അങ്ങനെ നീങ്ങി ജിമ്മിയുടെ വീട് വയ്ക്കുന്ന വിഷയത്തെക്കുറിച്ച് എത്തി. വീട് വയ്ക്കുന്ന കാര്യത്തെപ്പറ്റി അന്ന് എപ്പോഴോ പറഞ്ഞു കേട്ടതല്ലാതെ പിന്നീട് അതിനെക്കുറിച്ച് എന്തെങ്കിലും നീക്കങ്ങൾ നടത്തിയോ ജിമ്മി സാറേ? സാറ് വിളി വേണ്ടെന്ന് ഞാൻ അന്നു മുതലേ പറയുന്നതാണേ. സ്ഥലം നോക്കാനായി ഞാൻ ശങ്കരനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഏതാണ്ട് അടുത്ത കാലത്ത് തന്നെ നെല്ലിമറ്റത്തെ സ്ഥലം വിൽക്കേണ്ടി വരും. അറിയാതെ വന്നുപോയതാ ജിമ്മി. അതുപോട്ടെ, അവിടുത്തെ സ്ഥലം വിൽക്കാതെ വാങ്ങാൻ കഴിയില്ലേ? അല്ലെങ്കിൽ വളരെ കൂടുതൽ പണം ലോണായി എടുക്കേണ്ടി വരും. അങ്ങനെ വന്നാൽ ഭാവിയിൽ അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. സ്ഥലം വാങ്ങിയാൽ മാത്രം പോരല്ലോ. അതും ശരിയാണ്. വീടും കൂടി പണിയാനുള്ള വക കണ്ടെത്തണ്ടേ? സ്ഥലത്തിന് വില നാൾക്ക് നാൾ കൂടി വരികയാണ്, പ്രത്യേകിച്ചും ഈ പ്രദേശങ്ങളിൽ. കാരണം എന്താണെന്നൊന്നും അറിയില്ല. അതുകൊണ്ട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ വാങ്ങുന്നതായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് അഭിപ്രായം ചോദിക്കാനുള്ള ഒരാളാണല്ലോ അപ്പച്ചൻ ചേട്ടൻ. ഞാൻ അങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ അഭിപ്രായം ഞാൻ മാനിക്കുകയും ചെയ്യും. ഏതായാലും സ്ഥലം നോക്കാൻ പോകുമ്പോൾ പറഞ്ഞാൽ സമയം പോലെ ഞാനും കൂടെ വരാം കേട്ടോ. എന്നാൽ ശരി, ഞാൻ ഇറങ്ങിക്കോട്ടെ. കുരിശു വരയ്ക്കുന്ന സമയം വൈകിയാൽ അമ്മ മുഖം വീർപ്പിക്കും. വെറുതെ എന്തിനാ അമ്മയെ വിഷമിപ്പിക്കുന്നത്? അതുകൊണ്ട് ഞാൻ കൃത്യസമയത്ത് തന്നെ എത്താൻ പരമാവധി നോക്കാറുണ്ട്. ജിമ്മി അകത്ത് കയറി സിൽവിയോട് പറഞ്ഞു, സിൽവി, ഞാൻ പോകുന്നേ. പിടിച്ചു നടന്നു പോകാനൊന്നും നോക്കരുത് കേട്ടോ. നാളെ വരുമോ? ശബ്ദം താഴ്ത്തി അവൾ ചോദിച്ചു. ഇല്ല, നാളെ എനിക്ക് ഒരു സ്ഥലം നോക്കാൻ പോകണം. ഒരു വീട് വെക്കണ്ടേ? അതിനായിട്ടാ. മറ്റന്നാൾ വരാം കേട്ടോ. സിൽവി ഒന്ന് മൂളി, അത്രമാത്രം. ജിമ്മി വേഗം തന്നെ ഇറങ്ങി നടന്നു. പിറ്റേ ദിവസം ഓഫീസ് സമയം കഴിഞ്ഞ് ശങ്കരനോടൊപ്പം ഒരു സ്ഥലം നോക്കാൻ പോയി. പുല്ലരിയിൽ നിന്നും അധികം അകലെയല്ലാത്ത ഒരു സ്ഥലമാണ്. ഓഫീസിൽ വരാൻ 1.5 കിലോമീറ്റർ ബൈക്കിൽ വന്നാൽ മതി. മറ്റ് പൊതുസ്ഥാപനങ്ങളൊക്കെ തന്നെ ഏതാണ്ട് ഒരു 2 കിലോമീറ്റർ പരിധിക്കുള്ളിലാണ്. അതുകൊണ്ട് തന്നെ അടുത്ത ഒരു ഗ്രാമപ്രദേശമാണ് ജിമ്മി നോക്കിയ സ്ഥലം. വിസ്തീർണം 15 സെൻറ്റ്. ഒരു അരികിലൂടെ ഒഴുകുന്ന തോട്, ഒരരികിൽ റോഡ്. ബാക്കി 2 അതിരുകൾ 2 വ്യക്തികളുടെ സ്ഥലങ്ങളാണ്. ഇതാണ് സ്ഥലത്തിൻ്റെ ഏകദേശ ചിത്രം. ഒറ്റ കാഴ്ചയിൽ ജിമ്മിക്ക് സ്ഥലം നന്നായി ഇഷ്ടപ്പെട്ടു. ആഗ്രഹിക്കുന്ന സൗകര്യങ്ങളൊക്കെ തന്നെ ഉള്ള സ്ഥലമാണ്. സ്ഥലത്തിൻ്റെ രേഖകളെല്ലാം വിശദമായി പരിശോധിച്ചു. അതെല്ലാം ഓക്കെയാണ്. അപ്പോൾ വിലയെക്കുറിച്ച് ചോദിച്ചു. സെൻറ്റിന് 1.5 ലക്ഷം രൂപയാണ്
അവസാനമായി അവർ പറയുന്ന വില. അതിനേക്കാൾ 1 രൂപ പോലും കുറയുകയില്ല. 2 ലക്ഷം മുതൽ പറഞ്ഞു തുടങ്ങിയതാണ്. അതാണിപ്പോൾ 1.5-ൽ എത്തി നിൽക്കുന്നത്. ഏതായാലും അമ്മയെ കൂടി കൊണ്ടുവന്ന് കാണിക്കണം, എന്നിട്ട് മാത്രമേ തീരുമാനിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞിട്ടാണ് പോന്നത്. സ്ഥലം ഇഷ്ടപ്പെട്ടു എന്നും ഉടമസ്ഥനോട് പറഞ്ഞു. അന്ന് വീട്ടിലെത്തിയപ്പോൾ ഏകദേശം 8 മണിയായിരുന്നു. ഇന്ന് വൈകുമെന്ന കാര്യം നേരത്തെ തന്നെ അന്നമ്മ ചേടത്തിയോട് പറഞ്ഞിരുന്നു. പോകുന്നതിൻ്റെ കാര്യവും പറഞ്ഞായിരുന്നു. അതുകൊണ്ട് അന്നമ്മ ചേടത്തിയെ സംബന്ധിച്ചിടത്തോളം പരാതിയോ പരിഭവമോ ഒന്നും ഉണ്ടായിരുന്നില്ല. പോയ കാര്യം എന്തായി എന്ന് മാത്രം ചോദിച്ചു. സ്ഥലം എനിക്കിഷ്ടപ്പെട്ടു അമ്മച്ചി, എന്നാലും എനിക്ക് മാത്രം ഇഷ്ടപ്പെട്ടാൽ പോരല്ലോ, അമ്മച്ചിയും കൂടി നോക്കണം. എൻ്റെ മാത്രം ഇഷ്ടത്തിനല്ല വാങ്ങേണ്ടത്. അമ്മച്ചിയുടെ താല്പര്യത്തിനു കൂടി ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി. പള്ളിയിലേക്കാണെങ്കിൽ 1.5 കിലോമീറ്റർ ദൂരമുണ്ട്. എനിക്ക് സ്ഥലത്തെപ്പറ്റി എന്തറിയാമെടാ, ഞാൻ നോക്കാൻ. എനിക്ക് പകരം അറിയാവുന്ന ആരെയെങ്കിലും വിളിച്ച് നോക്കിച്ചാൽ നല്ലതായിരിക്കും. അവിടെ താമസിക്കേണ്ടയാൾ അമ്മച്ചിയാണ്. അതുകൊണ്ട് തന്നെ അമ്മച്ചി നോക്കണം. അമ്മച്ചിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി. എന്നെക്കാളും ഈ പ്രദേശത്തെ സ്ഥലങ്ങളെക്കുറിച്ചും സ്ഥലം വാങ്ങുന്നതിനെക്കുറിച്ചുമൊക്കെ നന്നായി അറിയാവുന്നത് നമ്മുടെ അപ്പച്ചൻ ചേട്ടനാണ്. അങ്ങേരോടും കൂടി സമയമുള്ളപ്പോൾ ഒന്ന് വരാൻ പറഞ്ഞു നോക്ക്. അപ്പോൾ ഞാനും വന്നേക്കാം. ഞാൻ നോക്കാത്ത കുറവുണ്ടാകേണ്ട. നാളെ വൈകിട്ട് അവിടെ വരെ ഒന്ന് പോകണം. നമ്മുടെ രോഗിയെ കാണണ്ടേ. ആ കൂട്ടത്തിൽ അപ്പച്ചൻ ചേട്ടനോട് ഈ കാര്യമൊന്ന് അവതരിപ്പിക്കുകയും ചെയ്യാം. സമയം എപ്പോഴാണ് കിട്ടുക എന്നറിയില്ലല്ലോ. അതിനനുസരിച്ച് നമുക്കെല്ലാവർക്കും കൂടി പോയി കണ്ടിട്ട് വരാം. അതാണ് നല്ല അഭിപ്രായം. എന്നാൽ ഇനി സമയം കളയാതെ നമുക്ക് കുരിശു വരയ്ക്കാം. അന്നമ്മ ചേടത്തി വേഗം തന്നെ പ്രാർത്ഥന പുസ്തകവും കൊന്തയും എടുത്ത് വന്നിരുന്നു. സ്ഥലം വാങ്ങുന്നതിൻ്റെയും വീട് വയ്ക്കുന്നതിൻ്റെയും കാര്യം സമർപ്പിച്ചായിരിക്കും മിക്കവാറും അന്നത്തെ പ്രാർത്ഥന. തടസ്സങ്ങളൊന്നുമില്ലാതെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ ദൈവാനുഗ്രഹം കൂടി വേണമെന്ന് ചേടത്തിക്ക് നന്നായി അറിയാം. ഒഴിവുള്ള സമയത്തെല്ലാം അവർ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുമുണ്ട്. പ്രാർത്ഥന പോലെ കാര്യങ്ങളെല്ലാം നടക്കുമോ? അതോ അപ്രതീക്ഷിതമായ കോണുകളിൽ നിന്നും തടസ്സങ്ങൾ ഉണ്ടാകുമോ? ഈ കഥാഭാഗം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വരുന്ന ഭാഗങ്ങളിൽ സിൽവിയും ജിമ്മിയും തമ്മിലുള്ള ബന്ധം എന്താകുമെന്ന് കാണാം. മറ്റന്നാൾ അടുത്ത ഭാഗവുമായി വരുന്നതുവരെ എല്ലാവർക്കും നല്ലത് സംഭവിക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു.